ഒരിടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ നിന്നും വീണ്ടും ഭീതി പരത്തുന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മണിപ്പൂരിലെ ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ കുട്രൂക്കിന് സമീപം ആക്രമികൾ നടത്തിയ വെടിവെപ്പിലും തീവെപ്പിലും 2 സ്ത്രീകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 11 വയസ്സുള്ള മകളോടൊപ്പം മാതൃവീട് സന്ദർശിക്കാനെത്തിയ നകാങ്ബാങ് ഓംബി സുർബാലയാണ് കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. കൂടാതെ പരിക്കേറ്റവരിൽ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനും 2 പോലീസ് ഉദ്യോഗസ്ഥരും ഗ്രാമത്തിലെ മറ്റു താമസക്കാരും ഉൾപ്പെടുന്നുവെന്ന് പോലീസ് പറഞ്ഞു. മുഖ്യമന്ത്രി എൻ ബീരേൻ സിംഗിനെതിരെ കൂക്കീസോ ഗ്രൂപ്പുകൾ കാങ്പോങ്കി, ചൂര, ചന്ദ്പൂർ ജില്ലകൾ പ്രതിഷേധ റാലികൾ നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് സംഭവം നടന്നത്. ആക്രമണത്തിന് പിന്നിൽ കുക്കികളാണെന്നാണ് മണിപ്പൂർ പോലീസും മെയ്തി വിഭാഗവും ആരോപിക്കുന്നത്. ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ആക്രമികളും സുരക്ഷാ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള ഏറ്റുമുട്ടലിനിടെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് ആക്രമണം ആരംഭിച്ചത്. ഇത് വൈകുന്നേരം വരെ തുടരുകയായിരുന്നു. സ്നൈപ്പറുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഞങ്ങളുടെ ഗ്രാമത്തിനു മുകളിൽ 2 ഡ്രോണുകൾ ബോംബിടുന്നതിനു മുൻപ് പറക്കുന്നത് ഞാൻ കണ്ടു. ഗ്രാമത്തിലെ ചില വീടുകൾ ഇപ്പോഴും ആക്രമണത്തിന്റെ ഫലമായി കത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊല്ലപ്പെട്ടവരിൽ ഒരാളുമായി ബന്ധമുള്ള ഗ്രാമവാസിയും ജനറലുമായ സുനിൽ നിംഗത് തൗജ് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാനും ഇംഫാൽ വെസ്റ്റിലെ കുട്രൂക്ക് വില്ലേജിലെ ആക്രമണത്തിൽ ഉൾപ്പെട്ടവരെ ശിക്ഷിക്കാനും സംസ്ഥാന സർക്കാർ ഇതിനകം തന്നെ അടിയന്തര നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. 2003 ഔദ്യോഗിക ഗോത്ര പദവി നൽകണമെന്ന് മെയ്തി വിഭാഗത്തിന്റെ ആവശ്യത്തിനെതിരെ കൂക്കി വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. മണിപ്പൂരിലെ ഭൂരിപക്ഷമായ മെയ്തി വിഭാഗത്തെ പട്ടികവർഗമായി അംഗീകരിക്കുന്നത് തങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാകുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന കൂക്കി ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. പിന്നാലെ അത് വർഗീയ കലാപമായി മാറുകയും ഭരണകൂടം ഇതിനെതിരെ മൗനം പാലിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കലാപം തുടങ്ങി 1 വർഷമാകാറായിട്ടും മണിപ്പൂർ ഇതുവരെയും സന്ദർശിച്ചിട്ടില്ലാത്തതും പ്രതിപക്ഷം ഉൾപ്പെടെ എടുത്തുകാട്ടുന്നുണ്ട്. മെയ്തി, കൂക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷത്തിന് 2023 മെയ് 3-നാണ് തുടക്കം കുറിച്ചത്. മെയ്തി വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നതോടെയാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത്. കേന്ദ്രമന്ത്രിയുടേതുൾപ്പെടെയുള്ള വീടുകൾ തീവെക്കുകയും അക്രമം ശക്തമാക്കുകയും ചെയ്തതോടെ സംസ്ഥാന സർക്കാർ പ്രതിരോധത്തിലായെങ്കിലും മുഖ്യമന്ത്രിയെ മാറ്റണമെന്ന ആവശ്യത്തോട് BJP മുഖം തിരിച്ചു നിൽക്കുകയാണ്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നടത്തിയ യാത്ര ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റി. 2 യുവതികളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി കൊലപ്പെടുത്തിയതായും വാർത്ത പുറത്തു വന്നതോടെ മണിപ്പൂർ അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്തു. ചരിത്രപരമായ സംഘർഷം നിലനിൽക്കുന്ന 2 വിഭാഗങ്ങളാണ് കൂക്കി, മെയ്തി വിഭാഗക്കാർ. സ്വാതന്ത്ര്യത്തിന്റെ ഭൂമി അഥവാ സാലെൻഗാം എന്ന് വിശേഷിക്കപ്പെടുന്ന അവരുടെ മാതൃരാജ്യം സ്ഥാപിച്ചു കിട്ടണമെന്ന ആവശ്യവുമായി 90കളിൽ ആയുധം കൈകളിലെടുത്തവരാണ് കൂക്കികൾ. കൂക്കികളുടെ അധിവാസ പ്രദേശത്തിന്റെ വലിയൊരു ഭാഗവും നാഗാലിമുമായി ചേർന്നു കിടക്കുന്നതാണ്. ഇതുമൂലം നാഗകളുമായുള്ള ഏറ്റുമുട്ടലിനാണ് 90കളിൽ കൂക്കികൾ ആയുധമെടുത്തത്. മണിപ്പൂർ രാജവംശവും ഇന്ത്യൻ യൂണിയൻ സർക്കാരും തമ്മിൽ 1949 ഒപ്പുവെച്ച ലയന കരാർ തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്നാണ് കൂക്കികൾ ആരോപിക്കുന്നത്. വംശീയ സംഘർഷങ്ങൾ കലുഷിതമാക്കിയ മണിപ്പൂർ സമാധാനം കടന്നുവരുന്നത് 2008 SOO ഒപ്പുവെക്കുന്നതോടെയാണ്. എന്നാൽ സമീപകാല സർക്കാർ ഇടപെടലുകൾ മണിപ്പൂരിനെ വീണ്ടും അശാന്തിയുടെ ഭൂമിയാക്കി. സംസ്ഥാനം ഭരിക്കുന്ന BJP സർക്കാർ മണിപ്പൂരിൽ നിന്നും അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കാനെന്ന പേരിൽ ആരംഭിച്ച നടപടികളും കറുപ്പുകൃഷി നിർമ്മാർജ്ജന ക്യാമ്പയിനും മാർച്ച് മാസത്തിൽ SOO കരാർ പിൻവലിച്ചതുമെല്ലാം തങ്ങൾക്കെതിരെയുള്ള വംശീയ അതിക്രമമാണെന്ന് കൂക്കികൾ കരുതുന്നത്. തീവ്രവാദികൾ മലനിരകളിൽ അശാന്തി പരത്തുന്നുവെന്ന കാരണം പറഞ്ഞായിരുന്നു SOS സർക്കാർ പിൻവലിക്കുന്നത്. ഭരണകൂടം തങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുന്നുവെന്ന ആശങ്ക കൂക്കികളെ പൊതിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് മെയ്തികൾ അവരെ ഷെഡ്യൂൾ ട്രൈബായി പരിഗണിക്കണമെന്ന ആവശ്യമുയർത്തി പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഇത് കൂക്കികളെ കൂടുതൽ ഭയപ്പെടുത്തി. മണിപ്പൂരിലെ സാമ്പത്തികമായും സാമൂഹികമായും മേധാവിത്വം പുലർത്തുന്ന വിഭാഗമാണ് മെയ്തികൾ. സംസ്ഥാന നിയമസഭയിൽ ആകെയുള്ള MLA-മാരിൽ 40 പേരും മെയ്തി വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. മ്യാൻമാറിൽ നിന്നും വലിയ തോതിലുള്ള കുടിയേറ്റം സംസ്ഥാനത്തുണ്ടാകുന്നു എന്നാരോപിച്ചാണ് മുഖ്യമന്ത്രി ബീരേൻ സിംഗ് അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കൽ തുടങ്ങിയത്.
കൂകികൾ ഈ അനധികൃത കുടിയേറ്റം തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള സർക്കാർ നീക്കമായാണ് കാണുന്നത്. ഇപ്പോൾ തങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന ഷെഡ്യൂൾ ട്രൈബ് ഗണത്തിൽ മേദികളെയും ഉൾപ്പെടുത്തുന്നത് കൂകികളും നാഗകളും ഒരുപോലെ ഭയപ്പെടുന്ന കാര്യമാണ്. തങ്ങളുടെ സംരക്ഷിത മേഖലയായ മലയോരങ്ങളിലേക്ക് മേദികൾ കടന്നുവരുമെന്നാണ് അവരുടെ മുഖ്യമായ ഭയം.